പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കേരളത്തിലൊരു മതേതര കല്യാണം നടത്തുന്നതായിട്ട് കണ്ട് ഒരു ഹിന്ദു യുവതി മോണോലിസയെ ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഈ മതേതരത്വം നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കാണിക്കുക. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. ഈ പവിത്രമായ മാസത്തിൽ ഈ തെറ്റ് ചെയ്യരുത്. നിങ്ങളൊക്കെ അതിന് കൂട്ടു നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഓരോ പേരൻസും ഓരോ അച്ഛനും അമ്മയും ഓരോ പെൺകുട്ടിയെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തി കൊണ്ടുവരുന്നത് വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയും അവരുടെ ലൈഫ്, അവരുടെ ജീവിതം നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ സങ്കടകരമാകാതെ സന്തോഷത്തോടെ പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി അവരുടെ നാട്ടിൽ നിന്ന് ഓടി കേരളത്തിലെത്തിയെന്ന് പറയുന്നു. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഈ പെൺകുട്ടിയുടെ മേൽ എത്രത്തോളം ജാഗ്രത ഉണ്ട്, അത് കാരണമാണ് ആ പെൺകുട്ടിയെ സ്ട്രിക്റ്റ് ചെയ്യാൻ അവരുടെ പേരൻസ് ശ്രമിക്കുന്നത്. ഒരു പേരൻസും അവരുടെ മക്കളെ അഴുക്കായ വഴിയിൽ പോകുന്നതിന് താല്പര്യപ്പെടില്ല. അവർ അതിനനുസരിച്ച് അവരുടെ നല്ല രീതിയിലോട്ട് പോകുന്നതിന് വേണ്ടി മാത്രമേ എല്ലാ പേരൻസും ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി കേരളത്തിൽ അവനുമായിട്ട് ആ മുസ്ലിം പയ്യനും അവനെ കണ്ടാൽ കഞ്ചാവാണെന്ന് തോന്നും. അതെങ്ങനെയുള്ളതാണ് പോട്ടെ, അവരുടെ വിവാഹ ജീവിതം നല്ലതായിട്ടിരിക്കട്ടെ. വിവാഹം കഴിഞ്ഞു പോയി, പക്ഷേ സങ്കടാരമല്ല, സന്തോഷത്തോടെ പോകണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ കല്യാണം നടത്തിപ്പിച്ച ഓരോ ആളുകൾക്കും അതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ഉണ്ട്, അവർക്കൊരു കാര്യം ചെയ്തൊരു മാതൃക കാണിക്കാമായിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിപ്പിച്ചിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവരെ കൊണ്ടൊരു ഗ്യാരണ്ടി, നിങ്ങളെല്ലാവരും അവർക്കൊരു ഷുവർട്ടി കൊടുക്കുക, ഈ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കത്തില്ല, സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും അവരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവൻ്റെ വീട്ടുകാരെയും വിളിപ്പിച്ചിട്ട് അവരുടെ രണ്ടുപേരെയും കൂടെ വിളിച്ചൊരു സംസാരം ചർച്ച നടത്തിയിട്ട് അവരുടെ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആ കല്യാണം നടത്തി കൊടുത്തായിരുന്നെങ്കിൽ കേരളത്തിലെ തന്നെയല്ല ആ നാട്ടിലെയും എല്ലാ ആളുകൾക്കും നിങ്ങളോടൊരു നല്ല മതിപ്പ് തോന്നുമായിരുന്നു. ഇപ്പോൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും ഇതൊരു നെഗറ്റീവായിട്ടേ മാറത്തുള്ളൂ. കാരണം ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ആർക്കും ഇത് താല്പര്യമില്ല ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ അഡ്വാൻസായിട്ട് ചിന്തിക്കുന്നവരോട്ടെ, അവർ കല്യാണം കഴിച്ചു പോകട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കും. അപ്പോൾ അവർക്കൂടെ കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും നല്ലൊരു സുരക്ഷ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ നിങ്ങൾ ഇങ്ങനൊരു കാര്യം കാണിച്ച് മീഡിയകളിലെല്ലാം അതിനൊരു പ്രചാരണം കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങളെ അതിനാരൊക്കെ ഇൻവോൾവ് ആയിരുന്നോ നിങ്ങളെല്ലാവരെയും കൂടെ എല്ലാവരും ഒരു നല്ല രീതിയിൽ നിങ്ങളെ ഒരു ബഹുമാനം തന്നേനെ, റെസ്പെക്റ്റും തന്നേനെ. ഇത് നേരത്തെ ഇതുപോലെ ഞങ്ങളുടെ തെലങ്കാനയിൽ നിന്ന് ഒരു മലയാളി പെൺകുട്ടിയെ തെലങ്കാനയിലെ ഒരു പെൺകുട്ടിയെ കേരളത്തിലൊരു പയ്യൻ തട്ടിക്കൊണ്ടുപോയതിന് അത് സംബന്ധിച്ച വലിയ ഇഷ്യൂ ഉണ്ടായി. ഞങ്ങളുടെ ഇവിടെ എവിടെല്ലാം മലയാളികളുണ്ടായിരുന്നു ഓരോ മലയാളികളെ എടുക്കുകയും വന്നു ആ ചെറുക്കനെക്കുറിച്ച് എൻക്വയറി നടത്തി. ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ എല്ലാം ഞങ്ങളെപ്പോലുള്ള കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന മലയാളികൾക്ക് നെഗറ്റീവാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളതൊരു മാതൃകാപരമായ രീതിയിൽ തന്നെ ചെയ്യണം. 18 വയസ്സ് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം ഏത് പെൺകുട്ടിയും ഇഷ്ടമുള്ള കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കാനല്ല താല്പര്യപ്പെടുന്നത്, കഞ്ചാവോളികൾക്കും കൊടുക്കുന്നതിനല്ല. അവരുടെ ജീവിതം സേഫാക്കണം. പെൺകുട്ടിയുടെ ജീവിതം കേരളത്തിൽ ഏറ്റവും ദുഷ്ടകരമായ കാര്യങ്ങൾ നടക്കുന്ന കേരളത്തിലാണ്. എത്രയോ എഡ്യൂക്കേറ്റഡായ പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡായ മുസ്ലിം ആണുങ്ങളുടെ കൂടെ പോയതിനു ശേഷം അവരെ സിറിയയിൽ അവിടെ ഇവിടെ കൊണ്ടുപോയി ഈ തീവ്രവാദി ഗ്രൂപ്പുകളിൽ അവരെ പെടുത്തി. എത്രയോ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇന്നും ഹാദിയ, പിന്നെന്താ വേറെ ആ പെൺകുട്ടികളുടെ പേര്, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, അവരുടെ അമ്മയൊക്കെ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിനകത്ത് ഇൻവോൾവ് ആയ ഓരോ വ്യക്തികൾക്കും ആ പേരൻസിൻ്റെ ശാപം കമ്പൾസറി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ശാപത്തിൽ നിങ്ങൾ എരിഞ്ഞു തീരും. കാരണം മാതാപിതാ ഗുരോ ദൈവം, അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞതിന് ശേഷമാണ് ദൈവമുള്ളത്. അപ്പോൾ ആ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ എത്രത്തോളം വിഷമിച്ച് അതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ ശാപാഗ്നിയിൽ എരിഞ്ഞു തീരും, നിങ്ങൾ അനുഭവിക്കും. കാര്യം നിങ്ങളൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമല്ല നടത്തിയായിരുന്നെങ്കിൽ നിങ്ങളെ ലോകം അംഗീകരിച്ചേനെ. ആരൊക്കെ അതിനകത്ത് പങ്കെടുത്ത ആളുകളെ ലോകം അംഗീകരിച്ചേനെ. ഒരു ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെയും ഈ ചെറുക്കൻ്റെയും ബാക്കിൽ വെള്ള ഷർട്ട് ഇട്ട ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു, അവനും കൂടെ അത്യാവശ്യം ബോധമില്ലായിരുന്നോ? ഇവിടെ അറ്റ്ലീസ്റ്റ് അവരുടെ പേരൻസിനെ വിളിച്ച് സംസാരിച്ച് രണ്ടുപേരുടെയും പേരൻസിനെ വിളിച്ച് സംസാരിപ്പിച്ച് ഇതുപോലൊരു കോംപ്രമൈസ് ചെയ്തതിൽ അവർ അംഗീകരിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. എല്ലാ പേരൻസും മക്കളുടെ താല്പര്യത്തിന് നിലനിൽക്കത്തുള്ളൂ, പക്ഷേ അവരുടെ സേഫ്റ്റി കൂടെ നോക്കും. അപ്പോൾ അവരെ സമ്മതിപ്പിക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാതൃകാപരമായ ഒരു കാര്യമായി പോകാനേ. ഇതിപ്പോൾ നിങ്ങൾക്കൊരു അപമാനം
നിങ്ങൾ തന്നെ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുന്ന രീതിയിലാണ് ഈ കാര്യം നടത്തിയിരുന്നത്. എന്തൊക്കെയാലും ആ പെൺകുട്ടിയും ചെറുക്കനും സന്തോഷത്തോടെ സമ്മാനത്തോടെ ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ഞാനും ആശ്വസിക്കുന്നു. അതുങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ കല്യാണം കഴിഞ്ഞുപോയി. അവരുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയും കഴിഞ്ഞ് കാണും. അപ്പോൾ ഇനി ആ പെൺകുട്ടിയെ പിടിച്ച് വേറൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിനോടൊന്നും നമ്മളും താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആ ചെറിയ 16 വയസ്സോ 17 വയസ്സുള്ള പെൺകുട്ടിക്ക് എത്രത്തോളം അറിവുണ്ട്. അത് മാല വിറ്റ് ജീവിച്ചൊരു പെൺകുട്ടി. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടായിരുന്നു മാല വിടാൻ കുംഭമേള പ്ലേസിൽ വന്നത്. അപ്പോൾ ആ പേരൻസും ആ കുട്ടിയെപ്പോലും എല്ലാവർക്കും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പോൾ എത്രത്തോളം സൂക്ഷിച്ച ഒരു മാതാപിതാക്കളുടെ കണ്ണുനീരിന് നിങ്ങളെല്ലാം അതിന് ആ കണ്ണുനീരിന് സമാധാനം പറയേണ്ടി വരും. എന്നാലും അവരുടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഇനിയും കേരളത്തിന് വെളിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് നടക്കുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ്. കേരളത്തിലാണ് ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം ആണുങ്ങളെക്കുറിച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതും ആ സംഗതി നടക്കുന്നതും കേരളത്തിലാണ്. ഇത് പരമാവധി നിർത്തണം. ഒരു കല്യാണമെന്നൊക്കെ പറയുന്നത് അവരുടെ കുലവും ജാതിയും വർണ്ണം എല്ലാം അറിഞ്ഞ് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിലാണ് ഒരു ഫാമിലി നടന്നു പോകണമെങ്കിൽ അതൊക്കെ നോക്കിയിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ. അല്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ പോകല്ലേ. കേരളത്തിൽ വലിയ സാംസ്കാരിക നവോത്ഥാന നായകന്മാർ കറുത്ത പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ഈ കറുത്ത കാക്ക പോലെ ഇരിക്കുന്നവന്മാരെല്ലാം കിട്ടുന്നത് വെളുത്ത പെൺകുട്ടികളെ തന്നെയാണ്. ഇപ്പം റീസെൻ്റ് വേടൻ, ഇവൻ കലാഭവൻ നമ്മൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹം കെട്ടിയ ഒരു നായർ പെൺകുട്ടിയെ, വെളുത്ത സുന്ദരിയെ. അതുപോലെ തന്നെ ഇപ്പം ഇവരെല്ലാം വലിയ നവോത്ഥാനം പറയുന്ന ആളുകൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അവരാദ്യം ഒരു മാതൃക കാണിച്ചു കൊടുക്കുക സാധാരണ ജനങ്ങൾക്ക്. അതിനു പകരം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ, സ്വന്തമായ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യം പാവപ്പെട്ട ജനങ്ങളുടെ മേലിലോട്ട് മറ്റുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായൊരു നടപടിയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെ തെറ്റിന് സപ്പോർട്ട് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിച്ച് അത് നല്ലൊരു തീരുമാനമെടുത്ത് വേണ്ടപ്പെട്ടവരെ ഏത് കാര്യത്തിലാണ് അറിയിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ജയ് ശ്രീറാം.